ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ അന്തരിച്ചു. മലയാള സിനിമയുടെ അഭിനയ, തിരക്കഥ, സംവിധാന, നിർമ്മാണ മേഖലയിൽ ഒരുപോലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ. അരനൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന ബഹുമുഖ പ്രതിഭയുടെ വിയോഗം സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും ഒരുപോലെ വലിയ നഷ്ടമാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത്. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് സാമ്പത്തികശാസ്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് 1977 മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയത്തിൽ ഡിപ്ലോമ നേടി. അവിടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു സൂപ്പർ സ്റ്റാറായ രജനീകാന്ത്. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 1984 ഓടരുതമ്മാവ, ആളറിയാം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായും ശ്രദ്ധ നേടി. തുടർന്ന് ചെറുതും വലുതുമായ വേഷങ്ങളിലായി 200-ലേറെ സിനിമകളിൽ അഭിനയിച്ച് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറി. നടനായി മാത്രമല്ല, സാമൂഹിക ബോധവും പരിഹാസവും ചേർന്ന തിരക്കഥകളിലൂടെ മലയാള സിനിമയുടെ ദിശ തന്നെ മാറ്റിയ കലാകാരനായിരുന്നു ശ്രീനിവാസൻ. സാധാരണ മനുഷ്യരുടെ ജീവിത സത്യങ്ങൾ തിരശ്ശീലയിൽ സത്യസന്ധമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അപൂർവമായ കഴിവുകൊണ്ടായിരുന്നു. അഭിനയത്തിനപ്പുറം അധികം അറിയപ്പെടാത്ത മറ്റൊരു മേഖലയും ശ്രീനിവാസന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മലയാള സിനിമയിലെ മഹാനടൻ മമ്മൂട്ടിക്ക് വരെ ശബ്ദം നൽകിയ കലാകാരനാണ് ശ്രീനിവാസൻ. KG ജോർജ് സംവിധാനം ചെയ്ത മേള, വിധിച്ചതും കുതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്ക് ശ്രീനിവാസനാണ് ശബ്ദം നൽകിയത്. ഡബ്ബിംഗ് രംഗത്ത് വേറെയും ശ്രദ്ധേയമായ സംഭാവനകളുണ്ട്. ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജനു വേണ്ടിയും, പുല്ലാങ്കുഴൽ എന്ന സിനിമയിൽ നായകനായ സാംബശിവന് വേണ്ടിയും ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു. അഭിനയവും എഴുത്തും സാമൂഹിക ബോധവും ഒരുപോലെ ചേർന്ന ഒരു വ്യക്തിത്വമാണ് മലയാള സിനിമയിൽ നിന്നും വിട പറയുന്നത്. ശ്രീനിവാസന്റെ സംഭാവനകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.